എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി, മുക്കട, കടമ്പാട്ടുകോണം എന്നീ സ്ഥലങ്ങളിലെ നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ നിൽക്കുന്നത് കല്ലുവാതിക്കൽ ടോൾ ഗേറ്റ് കഴിഞ്ഞ് പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റിൻ്റെ ഭാഗത്താണ്. എക്സിറ്റ് പോയിൻ്റ് വഴി പാരിപ്പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കാണുന്നതിനായി നമുക്ക് അല്പം മുന്നോട്ട് പോയി നോക്കാം. കല്ലുവാതിക്കൽ ടോൾ ഗേറ്റ് മുതൽ അയത്തിൽ വരെയുള്ള വീഡിയോയും കടമ്പാട്ടുകോണം മുതൽ കോരണി വരെയുള്ള വീഡിയോയും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഐകാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. ഏകദേശം 1.5 മാസത്തിന് മുന്നെയാണ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വർക്ക് പോയിട്ടുണ്ട്. റോഡിൻ്റെ മധ്യഭാഗത്ത് നിർമ്മിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ എൻഡിലായിരുന്നു കഴിഞ്ഞ വീഡിയോ വരെ കാണിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വർക്ക് നടന്നിട്ടുണ്ട്. റോഡിൻ്റെ ടാറിങ് വർക്ക് ഏകദേശം 200 മീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗത്തെ ആറി വാളിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത്. കൂടാതെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് കൂടി ഇനി ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടോൾ ഗേറ്റ് ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണ്. ഇവിടെ നിന്നും തിരിച്ച് എക്സിറ്റ് പോയിൻ്റ് വഴി നമുക്ക് പാരിപ്പള്ളിയിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. കല്ലുവാതിക്കൽ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ മുക്കട അണ്ടർപാസ് കഴിഞ്ഞ് കടമ്പാട്ടുകോണത്തിന് തൊട്ട് മുന്നേ മാത്രമേ താഴേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പാരിപ്പള്ളിയും ചാത്തന്നൂരും കൊട്ടിയുമൊക്കെ ഇനി ഹൈവേയിൽ സഞ്ചരിക്കുന്നവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞായിരിക്കും പോകുന്നത്. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ പാരിപ്പള്ളിയിലും കൊട്ടിയത്തും ചാത്തന്നൂരുമൊക്കെ ഇപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വീഡിയോ പല സമയങ്ങളിലാണ് വന്നെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാരിപ്പള്ളി ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗമാണ്. ഇവിടുത്തെ ആറി വാളിൻ്റെ വർക്ക് ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. കൂടാതെ ഫ്ലൈ ഓവറിന് ചേർന്നുള്ള ഭാഗത്തെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. 1.5 മാസത്തിന് മുന്നേ ഇവിടുത്തെ സർവീസ് റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെയെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത് റോഡ് ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്.
ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോപ്പ് കോൺക്രീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഫ്ലൈ ഓവറിന് മുകളിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം വൃത്തിയാക്കി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കും എന്ന് കരുതുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് മുക്കട ഡയറക്ഷനിലേക്ക് പോകാം. ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്തെ ആറിവാളിൻ്റെ വർക്ക് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പരവൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററിനടുത്താണ് ഫ്ലൈ ഓവറും അതിന് അനുബന്ധമായിട്ടുള്ള മെയിൻ റോഡും ഉയർന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് മുക്കട നിർമ്മിച്ച അണ്ടർപാസിൻ്റെ വടക്ക് സൈഡാണ്. ഇതിനോട് ചേർന്നുള്ള ആറിവാളിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കലയ്ക്ക് പോകുന്ന ഹെവി വെഹിക്കിൾ ഒഴിച്ച് ചെറിയ വാഹനങ്ങളെല്ലാം ഇതുവഴി തന്നെയാണ് പോകുന്നത്. അണ്ടർപാസ് പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിന് അകത്തെ ടാറിങ് വർക്കൊന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് ഇനി മുന്നോട്ട് പോയി അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം. ഇപ്പോൾ നിൽക്കുന്നത് മുക്കട അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലാണ്. അണ്ടർപാസിനോട് അടുത്ത് വരെയുള്ള മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണവും തീർന്നിട്ടുണ്ട്. മുക്കട അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും പാരിപ്പള്ളി ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ കടമ്പാട്ടുകോണം ഭാഗത്തേക്ക് പോകാം.
ഇവിടെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ലൈറ്റ് ഫിറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടില്ല. വയറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. കടമ്പാട്ടുകോണം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ റീച്ച് അവസാനിക്കുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിലെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വീഡിയോ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും തിരിച്ച് സർവീസ് റോഡ് വഴി പാരിപ്പള്ളി ഭാഗത്തെ വർക്കുകൾ കാണാം. ഈ കാണുന്ന എക്സിറ്റ് വഴിയാണ് പാരിപ്പള്ളി ചടയമംഗലം പരവൂർ ഭാഗങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടന്നു പോകേണ്ടത്. ഉക്കട അണ്ടർപാസ് വഴി വരുന്ന വാഹനങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ കൂടുതൽ സമയങ്ങളിലും ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്.
ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി നേരെ ടോൾ ഗേറ്റിനടുത്ത് വരെ പോയി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.